കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. സഭ ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്നതാണോ മണവാട്ടിയായിരിക്കുന്നതാണോ ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഞാൻ വരുന്നു. അതിൻ്റെ ഒന്നാമത്തെ വീഡിയോ മണവാട്ടി സഭ ഏതാണെന്നാണ് ഞാൻ വിശദീകരിച്ചത്. നിങ്ങളത് കേട്ടിട്ട് ഇത് കേൾക്കാവുള്ളൂ, അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മണവാട്ടിയാണോ എന്നറിയില്ല, ശരീരമാണെന്നറിയില്ല, രണ്ടും കൂടിയാണെന്ന് പറയും. ഇതെല്ലാം കൂടി അങ്ങനെ പറയും കേട്ടോ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് സഭ, അതായത് കർത്താവിൻ്റെ ശരീരമായിരിക്കുന്ന സഭ എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മണവാട്ടി സഭ എന്നുള്ളതായിരിക്കുന്ന തിരഞ്ഞെടുപ്പ് യഹൂദനെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിന് വിളിച്ചതാണ്. അവരെയാണ് മണവാട്ടി എന്നും കാന്ത എന്നും കർത്താവിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവൾ എന്നൊക്കെ വിളിച്ചത് അവളെയാണ്, അല്ലെങ്കിൽ ആ സഭയാണ്, യഹൂദ സഭയാണ് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. എന്നാൽ എന്താ സംഭവിച്ചത്? അത് സ്റ്റോപ്പ് ചെയ്തു. എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തത്? നമ്മുടെ കർത്താവ് പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലന്മാരുടെ മേലും അന്ന് കൂടിയിരുന്നിരിക്കുന്ന 120 പേരുടെ മേലും, ഏത് മണവാട്ടി സഭയുടെ മേൽ പെന്തക്കോസ്ത് ദിനത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്ത യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന വാഗ്ദത്തം അവരുടെ മേൽ പകർന്നിട്ട് അവരിലൂടെ ഈ സുവിശേഷം, ഈ രാജ്യത്തിൻ്റെ സുവിശേഷം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്ന മാനസാന്തരപ്പെടുന്നുള്ള രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിലെങ്ങും വ്യാപിപ്പിക്കാനായിട്ട് നോക്കി. എന്നാൽ അവർ അപ്പോസ്തലന്മാരെയും തള്ളിക്കളഞ്ഞു, കർത്താവിനെയും തള്ളിക്കളഞ്ഞു. യഹൂദ മതശ്രേഷ്ഠന്മാർ കർത്താവിനെ അംഗീകരിച്ചില്ല, കർത്താവിനെ അവർ കൈവിട്ട് കളഞ്ഞപ്പോൾ ദൈവവും അവരുടെ പ്രോഗ്രാം താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തു. ആ പ്രോഗ്രാം തന്നെ താൽക്കാലികമായിട്ട് ദൈവം സ്റ്റോപ്പ് ചെയ്തു. പെന്തക്കോസ്ത് ദിനത്തിലൊക്കെ പരിശുദ്ധാത്മാവെന്ന അവരുടെ മേലെ വന്ന, നമ്മുടെ മേലല്ല. നമ്മളാവുന്ന സഭയെ പണിയാനാണ് കർത്താവ് പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മാവിനെ നൽകിയെന്നൊക്കെ ആൾക്കാർ പറയും. അതൊന്നും അല്ല. നിങ്ങളിത് തിരുവെഴുത്ത് ഒന്ന് തരംതിരിച്ച് മനസ്സിലാക്കൂ. അപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ട് ആ പരിപാടി കണ്ടിന്യൂ ചെയ്യാതെ ദൈവം സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ടല്ലേ റോമാലേഖനം 11 അധ്യായത്തിൽ വായിക്കുന്ന, അവരുടെ ലംഘനം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അവരുടെ ഭ്രംശം ജാതികൾക്ക് നിരപ്പിന് കാരണമായി. അവരുടെ ഭ്രംശം, അവരുടെ ലംഘനം എന്നൊക്കെ പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ ആരാ? ഈ പറയുന്നതായിരിക്കുന്ന ഒന്നാമത്തെ അതായത് മണവാട്ടി സഭയുടെ ലംഘനം, മണവാട്ടി സഭയുടെ ഭ്രംശം, അത് ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എന്ന് പറഞ്ഞ പൗലോസിലൂടെ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് വരാൻ കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ, ആ പ്രോഗ്രാം താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിട്ട് 12 അപ്പോസ്തലന്മാരടങ്ങുന്ന ആ സ്വർഗരാജ്യത്തിൻ്റെ പ്രോഗ്രാം, അതായത് മണവാട്ടി സഭയുടെ പ്രോഗ്രാം താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് പോയ കർത്താവ് സ്വർഗത്തിൽ നിന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ തൻ്റെ അപ്പോസ്തലത്വം നൽകിക്കൊണ്ട് വിളിച്ചിട്ട് പൗലോസിന് പൂർവ്വകാലം മുതൽ മറഞ്ഞു കിടന്നായിരിക്കുന്ന മഹാരഹസ്യം, അനാദ്യകാലം മുതൽ, ഇതൊക്കെ പഴയ വീഡിയോകളിൽ ഇഷ്ടംപോലെ പ്രാവശ്യം ഞാനും എൻ്റെ പ്രിയ ബ്രദർ തോമസ് ബ്രദറൊക്കെ ധാരാളം പറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ ഈ വാക്യങ്ങളൊന്നും എടുക്കാത്തത്. അതായത് അനാദ്യകാലം മുതൽ എന്ന് പറഞ്ഞാൽ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്നായിരിക്കുന്ന ഒരു വലിയ രഹസ്യം ഉണ്ടായിരുന്നു, ഒരു വലിയ മർമ്മം ഉണ്ടായിരുന്നു. അതാ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്നത്. അല്ലാതെ ആ സഭ കർത്താവിൻ്റെ മണവാട്ടിയാകുന്ന സഭയല്ല. മണവാട്ടിയാകുന്ന സഭ യഹൂദന്മാരുടെ സഭയാണ്. ഈ ശരീരമാകുന്ന അനാദ്യകാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്നിരിക്കുന്ന ഈ മഹാമർമ്മം സ്വർഗത്തിലേക്ക് പോയ കർത്താവ്, അത് ഭൂമിയിൽ നിന്നല്ല കർത്താവ് സ്ഥാപിച്ചത്, സ്വർഗത്തിലേക്ക് പോയ കർത്താവ് സ്വർഗത്തിൽ നിന്ന് പൗലോസിനെ വിളിച്ച് പൗലോസിലൂടെ ഈ സഭയ്ക്ക് രൂപം നൽകി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്കൊരു മർമ്മം വെളിപ്പെട്ടു വന്നു, ഈ കാര്യം എന്നോട് വെളിപ്പെടുത്താൻ പ്രസാദിപ്പിച്ചപ്പോൾ ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി സഭയ്ക്ക് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ഞാൻ എന്നൊക്കെ പറയുമ്പോൾ മറ്റേ അപ്പോസ്തലന്മാരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അല്ല, ഇത് പദ്ധതി വേറെയാണ്. ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി സഭയ്ക്ക് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു എന്നൊക്കെ പൗലോസ് പറയുന്നതും, എനിക്ക് വെളിപ്പെട്ട മർമ്മം എന്നൊക്കെ പൗലോസ് പറയുന്നത്, ഈ സഭ എന്ന മഹാമർമ്മം കൊലോസ്യ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? കൊലോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായം കൊലോസ്യ ലേഖനത്തിലെ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളിൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ശരീരമാകുന്ന സഭ എന്ന് പറഞ്ഞ് പൗലോസ് അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? ഈ ഉൽപ്പത്തി മുതലെടുത്തോ, ശരി, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എടുത്തിട്ട് പൗലോസിൻ്റെ എഴുത്തുകളിലല്ലാതെ, പൗലോസിൻ്റെ പ്രസംഗങ്ങളിലല്ലാതെ ശരീരമാകുന്ന സഭ എന്നൊരു വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ?
അതെന്താ അങ്ങനെ പറഞ്ഞത്? ആരാ പൗലോസിനോട് ഇത് പറഞ്ഞു കൊടുത്തേ? ഇങ്ങനെ ഒരു സഭയെക്കുറിച്ച് പറഞ്ഞു കൊടുത്താരാ? കർത്താവായി യേശുക്രിസ്തു നേരിട്ട് കൊടുത്ത വെളിപ്പാട് ഇതൊക്കെ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു എന്ന് പല പ്രാവശ്യം പൗലോസ് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ടല്ലേ, ഞാൻ എനിക്ക് മുമ്പുള്ള അപ്പോസ്തലന്മാരോട് ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ അവരുടെ അടുക്കൽ പോയിട്ടില്ല, മനുഷ്യരാരും എന്നെ ഒന്നും ഗ്രഹിപ്പിച്ചിട്ടില്ല, ഞാൻ കർത്താവിൽ നിന്ന് അത്രേ പഠിച്ചത് എന്ന് പൗലോസ് പറയുന്നുണ്ട്. കർത്താവായി യേശുക്രിസ്തു ഈ സഭയ്ക്ക് കൊടുത്ത പേരാ ശരീരമാകുന്ന സഭ എന്നുള്ളത്. പൗലോസിലൂടെ ഇന്ന് ലോകത്തിലെ ജാതികളൊക്കെ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം വിശ്വസിക്കുന്ന യഹൂദന്മാർക്ക് ഇതിലേക്ക് വരാം. ഞാൻ തുടർന്ന് പറയുന്നുണ്ട്, ആ സഭയുടെ അടിസ്ഥാനം ഇട്ടത് പൗലോസാണ്. അത് പൗലോസിന് വെളിപ്പെട്ടാണ്. ആ സഭയുടെ സ്ഥാന പേരാണ് ക്രിസ്തു ശിരസ്സും സഭ ശരീരവും എന്നുള്ളത്. അത് മനസ്സിലാക്കുക. എന്നിട്ടിവിടെ പൗലോസ് പറയുന്ന വാക്യം വായിക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി. എത്ര വാക്യമുണ്ടെന്നറിയാം. ഞാൻ കുറേ വാക്യം കുറിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ താഴെ ശരീരമായ സഭ എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്ന എത്രയാണ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, ഒരു 10-14 വാക്യങ്ങൾ ഞാൻ കുറിച്ചിട്ട്. അതൊന്നും വായിച്ചാൽ നമുക്ക് വീഡിയോ പൂർത്തിയാക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് സ്ഥലങ്ങൾ ശരീരമായ സഭ. ഇത് വേറെ ആരും പറഞ്ഞില്ലെന്നേ. 12 അപ്പോസ്തലന്മാർ പറഞ്ഞില്ലെന്നേ, കർത്താവ് പറഞ്ഞില്ലെന്നേ, പഴയ പ്രവാചകന്മാർ പറഞ്ഞില്ലെന്നേ, ന്യായപ്രമാണ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലെന്നേ. ശരീരമാകുന്ന സഭ എന്നുള്ളൊരു കൺസെപ്റ്റ് ആരും പറഞ്ഞിട്ടില്ലെന്നേ. ഇത് പൗലോസിന് വെളിപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അവിടെ പറയുന്നത്, അവൻ്റെ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചനഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് ഏത് സഭ? അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യം. അതാർക്കും വെളിപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആർക്കും. പിന്നെ ആർക്കെങ്കിലും വെളിപ്പെട്ടതാണ് ഈ പൗലോസ്. എനിക്ക് വെളിപ്പെട്ട മർമ്മം എന്ന് പറഞ്ഞാൽ പൗലോസ് കള്ളത്തരം പറയുകയല്ലേ? നിങ്ങൾ ചിന്തിച്ച് ചോദിക്കേ. അല്ലേ, കള്ളത്തരം പറയുകയല്ലേ? ഇത് പൗലോസിലൂടെ ലോകത്തിലേക്ക് വന്നതായിരിക്കുന്ന ദൈവിക പദ്ധതിയാണ്. ശരീരം എന്ന വാക്യങ്ങൾ ചിലത് വായിക്കണമോ? കുറച്ചൊക്കെ വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പൗലോസ് എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ശരീരമാകുന്ന സഭ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്ന ഒന്നും വേണ്ട. നിങ്ങൾ ഈ എഫേസ്യ ലേഖനം, എനിക്കൊരു തമാശ തോന്നാറുണ്ട്. ഈ സഭ മണവാട്ടിയാണെന്ന് പറയുന്നവർ എന്താണ് ഭാര്യ ഭർത്താവ് ബന്ധത്തെക്കുറിച്ച് പറയുന്ന എഫേസ്യ ലേഖനം 22 മുതലുള്ള വാക്യം എടുത്തിട്ട് സഭ മണവാട്ടിയാണെന്ന് സ്ഥാപിക്കും. അവിടെ ഭാര്യയും ഭർത്താവിനെയും കുറിച്ച് അവരുടെ ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുമ്പോഴും എന്താ പൗലോസ് പറയുന്നത്? ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ആരോടാ പറയുന്നത്? ഭാര്യമാരോട് പറയുകയാണ് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാൻ. എന്നിട്ട് അടുത്ത വാക്യം പറഞ്ഞത് എന്താണെന്നറിയാവോ? ഇതൊക്കെ എന്നിട്ട് തെറ്റായി വ്യാഖ്യാനിക്കുന്ന കേൾക്കുമ്പോൾ സങ്കടം തോന്നുക. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. അപ്പോൾ ഇവിടെ എന്തെന്നാണ് സാമ്യപ്പെടുത്തിയത്? ഭാര്യയും ഭർത്താവുമാണ് സഭ എന്നാണോ അവിടെ പറഞ്ഞത്? അതെയോ ക്രിസ്തു തലയും സഭ ശരീരവുമാണെന്നാണ് പറഞ്ഞത്? അതായത് നല്ല സൂര്യൻ പ്രകാശിച്ച് നിൽക്കുമ്പോൾ അയ്യോ ഭയങ്കര ഇരുട്ടാണ് എന്ന് പറയുന്ന ഒരു ഇതൊക്കെ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരെക്കുറിച്ച് എവിടെ പറഞ്ഞതെന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഓരോരുത്തരുടെ പഠിപ്പിക്കുന്ന കേൾക്കുമ്പോഴേ എൻ്റെ പ്രിയമുള്ളവരെ ധാരാളം വാക്യങ്ങളുണ്ട്. ഞാൻ വായിക്കുന്നില്ല, ഞാൻ താഴെ കുറിച്ചിടാം. ശരീരമെന്ന ക്രിസ്തു ശിരസ്സും സഭ ശരീരവും എന്നുള്ള കാര്യങ്ങൾ ഞാൻ താഴെ വാക്യങ്ങൾ കുറേ കുറിച്ചിടുന്നതാണ്. മനസ്സിലാക്കുക. എഫേസ്യ ലേഖനം തന്നെ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവ്വവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ്റെ മണവാട്ടിയായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണോ? അവൻ്റെ മണവാട്ടിയായ സഭയ്ക്കാണോ കൊടുത്തത്? അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്യും. എന്ത് കൊടുത്തു എന്ന്? കർത്താവ് പ്രാപിച്ച സകല അധികാരവും സകല മഹത്വവും ശിരസ്സിന് വന്നതായിരിക്കുന്ന സകല
തേജസ്സും സകല അധികാരവും സകല പ്രപഞ്ചത്തിന്മേലുള്ളായിരിക്കുന്ന ശക്തി മുഴുവൻ ആ കർത്താവിനെ ഉയർത്തി, കർത്താവിനെ മാനിച്ച്, കർത്താവിനെ ഏറ്റവും താഴ്ത്തിയ, കർത്താവിനെ അത്രത്തോളം ഉയർത്തി സകല നാമത്തിന് മേലായ നാമം കൊടുത്ത് എല്ലാം ആ കർത്താവിൻ്റെ കാൽ കീഴാക്കി വെച്ച പിതാവ് ആ അധികാരം മുഴുവൻ അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ വായിക്കുന്നത്. ആണോ? അല്ലേ? നിങ്ങൾ തന്നെ വായിച്ചു നോക്കൂ, നിങ്ങൾ തന്നെ മനസ്സിലാക്കി നോക്കൂ. അതുകൊണ്ട് ഞാൻ ശരീരമാകുന്ന സഭയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല. കൊരിന്ത്യ ലേഖനമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എത്ര വാക്യങ്ങളെന്നറിയാമോ? കൊലോസ് ലേഖനം, കൊരിന്ത്യ ലേഖനം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എത്ര വാക്യങ്ങളാണ് ഉള്ളതെന്നറിയാമോ? അപ്പം ഇത് വേറെ ആരും പറഞ്ഞിട്ടില്ല. 12 അപ്പോസ്തലന്മാരൊന്നും മൂളിയിട്ട് പോലുമില്ല അത് സഭ ശരീരമാണെന്ന്, ഒന്നും മൂളിയിട്ട് പോലുമില്ല. നിങ്ങൾക്കറിയാമോ? കർത്താവ് പറഞ്ഞിട്ടില്ല സഭ ശരീരമാണെന്ന്. കർത്താവിനെ അറിയാഞ്ഞിട്ടാണോ? അല്ല, കർത്താവ് മറച്ചു വെച്ചതാണ്. അതിൻ്റെ സമയം വരുമ്പോഴേ കർത്താവ് അത് പറയുള്ളായിരുന്നു. അത് പൗലോസിലൂടെയാണ് കർത്താവ് ലോകത്തോട് പറഞ്ഞത്. കാര്യം മനസ്സിലായോ? പഴയ നിയമ പ്രവാചകന്മാർക്കൊന്നും ഈ വെളിപ്പാട് കൊടുത്തില്ല. ശരീരമാകുന്ന സഭയെക്കുറിച്ച് ഒരു വെളിപ്പാടും കൊടുത്തില്ല. പഴയ നിയമ പ്രവാചകന്മാർക്ക് മണവാട്ടിയാകുന്ന സഭയെക്കുറിച്ച് വെളിപ്പാട് കൊടുത്തു. മണവാട്ടിയായ സഭ യഹൂദന്മാരാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് 2 സഭ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. ഇതിൽ അധികം വിശദീകരിക്കുന്നില്ല. ഓക്കെ. ഇനി ശരിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏതാണ് ആഴമായ ബന്ധം? ക്രിസ്തുവിനോട് ആഴമായിരിക്കുന്ന ബന്ധം പുലർത്താൻ കഴിയുന്നത് മണവാട്ടിക്കാണോ അതെയോ ശരീരത്തിനാണോ? ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ തന്നെ ഒരു ഉത്തരം കണ്ടെത്തുക. ഏതാണ് ആഴമായ ബന്ധം, ശക്തമായ ബന്ധം, ഏറ്റവും ബൃഹത്തായ ബന്ധം? മണവാട്ടി ആയിരിക്കുന്നതാണോ ശരീരമായിരിക്കുന്നതാണോ? അതിനെക്കുറിച്ചാണല്ലോ ഞാൻ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലാണ് ഞാൻ ആ കാര്യം പറയുന്നത്. ഓക്കെ. ഒരു മനുഷ്യൻ്റെ തലയോട് ബന്ധപ്പെട്ട് തലയിൽ നിന്ന് ഉത്ഭവിച്ച് അല്ലെങ്കിൽ തലയുമായി കേന്ദ്രീകൃതമായിരിക്കുന്ന ശരീരമാണോ ആ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലുത്, അതോ മറ്റൊരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്ന ഭാര്യയാണോ? ഏതാ ശ്രേഷ്ഠമായ ബന്ധം? ആ ശിരസിന് ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധം ഏതാ? ആ ശരീരമാണോ അതല്ല വിവാഹം കഴിച്ച ഭാര്യയാണോ? നിങ്ങളൊന്ന് ചിന്തിക്കുക. ഭാര്യയെ ഉപേക്ഷിച്ച് കളയാം, വേണമെങ്കിൽ ഉപേക്ഷിക്കാം. ന്യായപ്രമാണവും പറയുന്നത് തക്കതായ കുറ്റം കണ്ടു കഴിഞ്ഞാൽ ഉപേക്ഷണ പത്രം കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കാനാണ് പറയുന്നത് അല്ലേ? ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് ഭാര്യ ഉപേക്ഷിക്കുക. ശരീരത്തെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നിങ്ങൾ തീരുമാനിക്കുക. ശരീരത്തെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇന്ന് ലോകത്തിലേക്ക് നോക്കിക്കേ, നിങ്ങളൊന്ന് നോക്കിക്കേ. എത്ര സ്ത്രീകളാണ് ഭർത്താക്കന്മാരുടെ ശാരീരിക പീഡ കൊണ്ടും ഉപദ്രവം കൊണ്ടും വിവാഹമോചനം നേടി ഭാര്യ ഭർത്തൃബന്ധം പിരിഞ്ഞത്? എത്ര സ്ത്രീകളാണ്? മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. എത്ര പുരുഷന്മാരാണ് തങ്ങളുടെ ഭാര്യമാർ വയ്യാതെയാകുകയോ കിടപ്പിലാകുകയോ രോഗിണിയായി തീരുകയോ ആ വിധത്തിലായി തീർന്നു കഴിഞ്ഞപ്പോൾ എത്ര പുരുഷന്മാരാണ് ആ ഭാര്യമാരെ വിട്ടിട്ട് വേറെ സ്ത്രീകളെ വിവാഹം കഴിച്ച് പോയിരിക്കുന്നത്? എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. നോക്കിക്കേ, അങ്ങനെ ഒരു കാരണം പറഞ്ഞ് എൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റുമോ? അല്ലെങ്കിൽ ഒരു പുരുഷന് പറ്റുമോ? എൻ്റെ ഒരു കൈയും ഒരു കാലും തളർന്നു പോയി എന്ന് പറഞ്ഞ് ഞാൻ ആ കൈയും കാലും അങ്ങ് മുറിച്ചെടുത്ത് കളയുമോ? അല്ലെങ്കിൽ അതിനെ അങ്ങ് ഉപേക്ഷിക്കുമോ? എൻ്റെ ശരീരത്തെ അങ്ങ് ഉപേക്ഷിക്കുമോ? ഉപേക്ഷിക്കാൻ പറ്റുമോ? പക്ഷേ ഭാര്യ ഭർത്തൃബന്ധം വിവാഹമോചനത്തിന് സാധ്യതയുള്ള ബന്ധമാണ്, ഉപേക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള ബന്ധമാണ്. ഏതാ ആഴമായ ബന്ധം? നിങ്ങൾ തീരുമാനിക്കുക. ഏതാ ആഴമായ ബന്ധമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതുപോലെ തന്നെ ഒരു പുരുഷൻ്റെ സർവ സ്വത്തിനും സർവ അവകാശത്തിനും അർഹരായവരെ വിവാഹം കഴിച്ച ഭാര്യയാണോ അതെയോ ആ വിവാഹബന്ധത്തിലൂടെ ജനിക്കുന്ന മക്കളാണോ? ശ്രദ്ധിച്ചു നോക്കിയേ. ഭാര്യമാർക്കൊന്നും കൊടുക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഭാര്യമാർക്കാണോ എല്ലാ അവകാശവും കൊടുക്കുന്നത് അതെയോ രക്തത്തിൽ ജനിച്ച മക്കൾക്കാണോ അവകാശം കൊടുക്കുന്നത്? നിങ്ങൾ തന്നെ വിധി എഴുതുക. എന്താണ് ഈ ഭാര്യ ഭർത്തൃ ബന്ധമാണോ ശ്രേഷ്ഠമായത്, ശിരസും ശരീരവുമായിട്ടുള്ള ബന്ധമാണോ ശ്രേഷ്ഠമായത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിതൊക്കെ പറയുകയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഒരു മനുഷ്യന് കിട്ടുന്നതായിരിക്കുന്ന അവൻ്റെ ബുദ്ധി കൊണ്ടായിരിക്കാം, അവൻ്റെ ജ്ഞാനം കൊണ്ടായിരിക്കാം,
കഴിവുകൊണ്ടായിരിക്കാം, അവന് കിട്ടുന്നതായിരിക്കുന്ന സകലത്തിനും ഏറ്റവും കൂടുതൽ ഉല്ലസിക്കുന്നത് ഭാര്യയ്ക്കതിൽ സന്തോഷമുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഭർത്താവിന് കിട്ടുന്ന അംഗീകാരത്തിലും പ്രശംസയ്ക്കും സ്ഥാനമാനങ്ങൾക്കും ഔദ്യോഗിക സ്ഥാനങ്ങൾക്കുമൊക്കെ ഭാര്യയ്ക്ക് തീർച്ചയായിട്ടും അതിലൊരു പങ്കാളിത്തമുണ്ട്, അതിൽ ഭാര്യയ്ക്ക് സന്തോഷമുണ്ട്. ആരാ സന്തോഷിക്കാത്ത? സന്തോഷിക്കും. പക്ഷേ ശിരസ്സിന് കിട്ടുന്നതായിരിക്കുന്ന സകല അംഗീകാരത്തിനും തുല്യ പദവി, തുല്യ അവകാശം, തുല്യത ആരാ അനുഭവിക്കുന്നത് അറിയാമോ? ശരീരം അനുഭവിക്കുന്നത്. ഞാൻ പറയുന്ന ഭയങ്കര ബുദ്ധിമാന്മാരൊക്കെ ലോകത്തിലുണ്ടല്ലേ, ഭയങ്കര പ്രഗത്ഭന്മാരായിരിക്കുന്ന ബുദ്ധിമാന്മാരൊക്കെ ഭയങ്കര കണ്ടുപിടുത്തങ്ങൾ നടത്തിയ അവരുടെ തലച്ചോറ് കൊണ്ട് ആ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ അവർ പ്രാധാന്യം കൊടുത്തത് അല്ലേ? തലച്ചോറ് കൊണ്ട്. ആ തലച്ചോറിലൂടെ അവർ കണ്ടെത്തിയ ആ മഹാകാര്യത്തിന് അവരുടെ ശരീരം കൂടെ ആനന്ദിച്ച് ഘോഷിക്കുകയാണ്. തുല്യ പങ്കാളിത്തം. ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്ക് സന്തോഷമുണ്ട്, എൻ്റെ ഭർത്താവ് ഇത്രയും വലിയ സ്ഥാനത്തെത്തിയല്ലോ, ഇത്രയും നല്ല ഒരു അവസ്ഥ പ്രാപിച്ചല്ലോ, സന്തോഷമുണ്ട്. പക്ഷേ സ്വന്തം ശരീരം, ശിരസ്സിന് കീഴിലുള്ള ശരീരം സന്തോഷിക്കുന്ന മാതിരി ഭാര്യയ്ക്ക് അവകാശമുണ്ടോ, സന്തോഷിക്കുന്നുണ്ടോ? ഞാനൊരു വേദഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എനിക്കത് എപ്പോഴും ഞാനത് പലപ്പോഴും പറയും, ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തുടർന്ന് ഇടുന്ന വീഡിയോയിൽ ഞാനത് പറഞ്ഞേക്കും. നിങ്ങളൊന്ന് നോക്കുക. എഫെസ്യ ലേഖനം 1 അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗ്ഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. പിതാവായിരിക്കുന്ന ദൈവം ക്രിസ്തുവിൽ വ്യാപരിച്ചു, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സ്വർഗ്ഗത്തിൽ തൻ്റെ വലതുഭാഗത്തിരുത്തി, പിതാവിൻ്റെ വലതുഭാഗത്തിരുത്തി എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും ശക്തിക്കും എല്ലാത്തിനും മീതെ, അത്യന്തം മീതെ ആ കർത്താവിനെ ഉയർത്തി. എല്ലാം എന്ത് ചെയ്തു? വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതിരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ചു. ഓക്കെ, സമ്മതിച്ചല്ലോ. എല്ലാം അവൻ്റെ കാൽ കീഴാക്കി വെച്ചു. ആരുടെ? കർത്താവിൻ്റെ. എന്ന് പറഞ്ഞാൽ ഈ അണ്ടകടാഹത്തെ മുഴുവൻ വാഴുവാൻ, ഭരിക്കുവാൻ, നിയന്ത്രിപ്പാൻ ഉള്ളതായിരിക്കുന്ന അവകാശം ദൂതന്മാരിലും താഴ്ച വന്നവനായ കഷ്ടമനുഭവിച്ച് മരിച്ച കർത്താവിന് കൊടുത്തു എന്നർത്ഥം. എല്ലാം അവൻ്റെ കാൽ കീഴാക്കി വെച്ചിട്ട് ഇതിന് തുല്യ പങ്കാളിത്തം ആർക്കാണ് കൊടുത്തത്? ഭാര്യയ്ക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഭാര്യയ്ക്ക്, അതായത് മണവാട്ടിക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. നോക്കിയേ, എല്ലാം സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ചു. അവന് സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ കർത്താവായ യേശുക്രിസ്തുവിന് കിട്ടിയ സകല അധികാരവും മഹത്വവും തേജസ്സും അവൻ്റെ രൂപത്തോട് നാം അനുരൂപരായി രൂപാന്തരപ്പെടുന്നു പറയുന്നത് അതുകൊണ്ടാണ്. തേജസ്സും കർത്താവ് പ്രാപിച്ച അതേ തേജസ്, കർത്താവിൻ്റെ എല്ലാ അധികാരവും, കർത്താവിൻ്റെ എല്ലാ മഹത്വവും, കർത്താവിൻ്റെ എല്ലാ പങ്കാളിത്തവും, കർത്താവിനുള്ളതൊക്കെയും ശിരസിനുള്ളതൊക്കെയും തുല്യ പങ്കാളിത്തത്തിൽ അളവിൽ ഈ ശരീരമായ സഭ അനുഭവിക്കും. അതവിടെ പറഞ്ഞ് എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. മണവാട്ടിക്ക് കിട്ടുമോ അത്? ഭാര്യയ്ക്ക് കിട്ടുമോ അത്? കിട്ടുമോ? അതാണ് ഞാൻ ചോദിച്ചത്. തല പ്രാപിക്കുന്ന സകല അനുഗ്രഹവും ഉന്നമനവും എല്ലാം തന്നെ ശരീരത്തിന് തുല്യ പങ്കാളിത്തമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഏതാ ശ്രേഷ്ഠം? മണവാട്ടിയായിരിക്കുന്നതാണോ അതെയോ ശിരസിന് കീഴിലെ ശരീരമായിരിക്കുന്നതാണോ? നിങ്ങൾ വിധി എഴുത്. പൗലോസ് ഈ കാര്യങ്ങൾ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. കർത്താവ് അത്രത്തോളം വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടാണ് ഇത് ശരീരമാണെന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഈ സഭ ശരീരമാണെന്ന് പറഞ്ഞത്. നമ്മൾ അവയവങ്ങൾ ഓരോരുത്തരും ഒരേ അവയവങ്ങളാണെന്ന് പറഞ്ഞത്. ഇതൊക്കെ ഒന്ന് കാര്യം മനസ്സിലാക്കണം. ഈ ശിരസ്സും ശരീരവുമായിട്ടുള്ള ബന്ധം ഒരു കോലത്തും ഒരു നാളിലും വേർപെടുത്താൻ പറ്റാത്തതാണ്. അത് അഗാധമായതാണ്. അത് ആ ബന്ധം ഒരിക്കലും അഗാധമായതാണ്, ആഴമായതാണ്. ഒരിക്കലും ആരാലും വേർപെടുത്താൻ പറ്റുകയില്ല. ഭാര്യാഭർത്തൃ ബന്ധം വേർപെടുത്താവട്ടോ, മണവാട്ടി മണവാളൻ ബന്ധം വേർപെടുത്താവട്ടോ. ശിരസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം വേർപെടുത്തിയ പിന്നെ മനുഷ്യനുണ്ടോ? അവൻ കഴിഞ്ഞില്ലേ? അതോടെ കഴിഞ്ഞില്ലേ? അയ്യോ, ക്രിസ്തു നമ്മളെ ചേർത്തിരിക്കുന്നത് തൻ്റെ ശരീരമായിട്ടാണെന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം, ഭാഗ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ ബന്ധം ക്രിസ്തുവിന് ഒരിക്കലും വേർപെടുത്താൻ പറ്റുകയില്ല. എന്നാൽ യഹൂദൻ എന്ന് പറയുന്നതായിരിക്കുന്ന മണവാട്ടി ബന്ധം പലപ്പോഴും കർത്താവ് നീക്കി നിർത്തിയിട്ടുണ്ട്. വേർപെടുത്തി എന്നല്ല, നീക്കി നിർത്തിയിട്ടുണ്ട്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. ഭാര്യ ഭർത്തൃബന്ധത്തിൽ നിന്ന് പലപ്പോഴും
കർത്താവ് പിന്മാറിയിട്ടുണ്ട് ഇസ്രായേലുമായിട്ടുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്ന്. അറിയാമോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഞാനൊരു വാക്യം വായിക്കാം. ഹോശിയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെ. ഹോശിയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെ. വ്യവഹരിപ്പിൻ, നിങ്ങളുടെ അമ്മയോട് വ്യവഹരിപ്പിൻ. അവളെൻ്റെ ഭാര്യയല്ല, അവളെൻ്റെ ഭാര്യയല്ല, ഞാൻ അവളുടെ ഭർത്താവുമല്ല. അവൾ പരസംഗം മുഖത്ത് നിന്നും വ്യഭിചാരം മുലകളുടെ നടുവിൽ നിന്നും നീക്കിക്കളയട്ടെ. അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രമഴിച്ച് നഗ്നയാക്കി ജനിച്ച ദിവസത്തിലെന്ന പോലെ നിർത്തുകയും അവളെ മരുഭൂമിയും വരണ്ട നിലവും പോലെ ആക്കി ദാഹം കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യും. നോക്കിക്കേ, ഞാൻ കർത്താവ് കോപത്തോടെ പറയുന്ന എന്നോർത്തിട്ട് ഉപേക്ഷിച്ചു എന്നല്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചു, ഉപേക്ഷണ പത്രം എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് വേറൊരു ഭാഗത്ത്. ഉപേക്ഷിച്ചു എന്നല്ല, കോപത്തോടെ പലപ്പോഴും തൻ്റെ ഭാര്യ സ്ഥാനത്ത് നീക്കി നിർത്തിയിട്ടുണ്ടെന്നേ. കാരണം എന്താ വെച്ചാൽ ഇവൾ ജാരന്മാരെ പിൻപറ്റി, ഇവൾ അന്യദേവന്മാരെയും ദേവികളെയും പിൻപറ്റി, ഇവർ മറ്റ് ദൈവങ്ങളുടെ പിന്നാലെ പോയപ്പോൾ കോപത്തോടെ ഇവളെ, തൻ്റെ ഭാര്യയെ പലപ്പോഴും കർത്താവ് നീക്കി നിർത്തിയ കാര്യം പറഞ്ഞേ. ഞാൻ കണ്ടോ അവിടെ പറയുന്നത്, വേറിപ്പിൻ, നിങ്ങളുടെ അമ്മയുടെ വേറിപ്പിൻ, അവളെൻ്റെ ഭാര്യയല്ല. കോപത്തോടെ പറയും, അവളെൻ്റെ ഭാര്യയല്ല, ഞാൻ അവളുടെ ഭർത്താവുമല്ല. അവൾ പരസംഗം മുഖത്ത് നിന്നും വ്യഭിചാരം മുലകളുടെ നടുവിൽ നിന്ന് നീക്കികളടേക്കുന്നത്. ഇതൊക്കെ ഇസ്രായേലിനോട് പറയുന്ന, ഇസ്രായേല ദൈവത്തിൻ്റെ ഭാര്യ എന്നുള്ളറിയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിലൊരു വാക്യം അങ്ങനെ വായിക്കുന്നു. യിരെമ്യാവ് അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വ്യഭിചാരം ചെയ്തതു ഹേതുവാൽ. ശ്രദ്ധിക്കണം, വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വ്യഭിചാരം ചെയ്ത ഹേതുവാൽ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ചു. ഉപേക്ഷണപത്രം കൊടുത്തത് വിശ്വാസപാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു. അവിടെ പറഞ്ഞിട്ടില്ലേ, വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വ്യഭിചാരം ചെയ്തു ഹേതുവാൽ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ചു. ഉപേക്ഷണ പത്രം കൊടുത്തത് വിശ്വാസപാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ദൈവം പലപ്പോഴും കൈവിട്ടു, ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത്. ഭാര്യയാണെങ്കിൽ ഉപേക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? കാരണസഹിതം ഉപേക്ഷിക്കാം, മണവാട്ടിയെ ഉപേക്ഷിക്കാം, ഭാര്യയെ ഉപേക്ഷിക്കാം, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയെ ഉപേക്ഷിക്കാം. മനസ്സിലായോ? ഇവിടെ പലപ്പോഴും ഇസ്രായേൽ എന്ന ഭാര്യയെ ദൈവം ഉപേക്ഷിച്ചു. എന്നാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഹോശിയ പ്രവചനത്തിൽ പറഞ്ഞു, ഞാൻ മഹാദയയോടെ നിന്നെ എനിക്ക് എന്നേക്കും വിവാഹത്തിന് നിശ്ചയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാവി കാലത്ത് ഇസ്രായേലിനെ 1000 ആണ്ടിൽ എന്നേക്കും ഇസ്രായേലിനെ ദൈവം തൻ്റെ ഭാര്യയായിട്ട് തന്നെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അവളെ ഇസ്രായേൽ തൻ്റെ ഭാര്യയായിരിക്കെ അവളെ പലപ്പോഴും ദൈവം ഉപേക്ഷിച്ചത് നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് കാണുന്നുണ്ട്. എന്നാൽ പിന്നെയും മഹാകരുണയോടെ അവളെ രണ്ടാമതും ചേർത്ത് കൊണ്ടു എന്ന് പറയുന്നതായിരിക്കുന്ന വാക്യങ്ങളുണ്ട്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നതായിരിക്കുന്ന ജനത ദൈവത്തിൻ്റെ ഭാര്യയായിരിക്കെ, ദൈവത്തിൻ്റെ മണവാട്ടിയായിരിക്കെ, കർത്താവിൻ്റെ കൺമണിയായിരിക്കെ, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവളായിരിക്കെ, ഒരുപാട് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. ദൈവം അവളെ വിവാഹം ചെയ്തിരിക്കെ നമ്മുടെ കർത്താവ് അവളെ ഉപേക്ഷിച്ചിട്ട് വേറെ ഒരുത്തി വിവാഹം കഴിക്കുമോ? ഇത് രണ്ടാണെന്നെങ്കിലും മനസ്സിലാക്കുക. യഹൂദനെന്ന് പറയുന്ന പ്രോഗ്രാം വേറെയാണെന്ന് മനസ്സിലാക്കുക. 2 തിരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലാക്കുക. സഭയെന്ന് പറയുന്ന പരിപാടി വേറെ ഒന്നാണെന്ന് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ 2 പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ യഹൂദൻ ആണ് കർത്താവിൻ്റെ ഭാര്യ, മണവാട്ടി, കന്യക. അവളെ ഉപേക്ഷിച്ചിട്ട് ഈ പുതിയ നിയമസഭയെ മണവാട്ടി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞറിയാം? ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്ന്. ആരാ പറഞ്ഞ? കർത്താവ്. നിങ്ങൾ വായിച്ചാൽ മതി, ലൂക്കോസ് 16-18. ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടുള്ള വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ കർത്താവ് തന്നെ ചെയ്യുമോ?
തൻ്റെ ഭാര്യയായിരിക്കുന്ന, തൻ്റെ മണവാട്ടിയായിരിക്കുന്ന, തൻ്റെ കന്യകയായിരിക്കുന്ന താൻ എന്താണ് ബാല്യകാലം മുതൽ എടുത്ത് വളർത്തി തനിക്ക് വേണ്ടി ഓമനിച്ച് തനിക്ക് വേണ്ടിയിട്ട് വളർത്തി അവൾക്ക് എന്താണ് ഒരുപാട് വാക്യങ്ങളുണ്ട്. അവൾക്ക് നല്ല സൗന്ദര്യവും അവളുടെ കേശം മുടികളെല്ലാം വളർന്ന് സ്ഥലങ്ങൾ വളർന്ന് സുന്ദരിയായി കഴിഞ്ഞ് കണ്ടപ്പോൾ അവൾക്ക് പ്രേമത്തിൻ്റെ കാലമായെന്ന് കണ്ടിട്ട് ഞാൻ എൻ്റെ പ്രേമത്തിൻ്റെ വസ്ത്രം നിൻ്റെ മേൽ വിരിച്ചു എന്നൊക്കെ പറയുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. ഇതെല്ലാം ഞാൻ വായിക്കുന്നില്ല. ഇതൊക്കെ ഇങ്ങനെയല്ല, ഇതൊക്കെ ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഇസ്രായേലിനെ ഉപേക്ഷിച്ചിട്ട് ഈ പൗലോസിലൂടെ വെളിപ്പെട്ടതായിരിക്കുന്ന കൃപായുഗ വിശ്വാസികളായിരിക്കുന്ന പുതിയ നിയമസഭയെ ആ ഭാര്യയാക്കിയെങ്കിൽ കർത്താവ് വലിയൊരു തെറ്റാണ് ചെയ്തത്. ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്ന കർത്താവിൻ്റെ വാക്ക് കർത്താവ് തന്നെ നിവർത്തിക്കുക ചെയ്യൂ, അങ്ങനെ ചെയ്യുകയില്ല. അത് മനസ്സിലാക്കുക. നിങ്ങളൊന്ന് തിരിച്ചറിയുക, ഇത് രണ്ടും ദൈവത്തിൻ്റെ രണ്ട് പ്രോഗ്രാമാണ് എന്ന് മനസ്സിലാക്കുക. ഈ സഭ എന്ന് പറയുന്നതായിരിക്കുന്ന, അതായത് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നതായിരിക്കുന്ന സഭ സ്വർഗത്തിൽ നിന്ന് കർത്താവ് പൗലോസിനെ വിളിച്ച് പൗലോസിലൂടെയുള്ള അപ്പോസ്തലന്മാരെയും തിരഞ്ഞെടുത്ത് ഈ സഭ ആരംഭിച്ചു. ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നും അത് മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ സഭ എന്ന് അവസാനിക്കും? അതേ സ്വർഗത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു ഈ സഭയെ ഉൽപ്രാവണത്തിൽ ചേർക്കും. അതോടെ ഈ പ്രോഗ്രാം സ്റ്റോപ്പാകും. ഈ ശരീരമാകുന്ന സഭ എന്ന പ്രോഗ്രാം സ്റ്റോപ്പാകും. അത് കഴിയുമ്പോൾ കർത്താവ് മണവാട്ടി സഭയിലേക്ക് വീണ്ടും മുഖം തിരിക്കും. വീണ്ടും അവരുടെ ലംഘനം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ആണല്ലോ, അംഗീകരിക്കപ്പെടില്ല അവർ, അല്ലേ? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. കാര്യം എന്താണെന്ന് മനസ്സിലായോ? ഈ പ്രത്യേക കാലഘട്ടത്തിൽ കൃപായുഗം എന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന കർത്താവിൻ്റെ സഭയായി ഇന്ന് ഭൂമിയിലുള്ളത്. മറ്റേ മണവാട്ടി സഭ എന്ന് പറയുന്നത്, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് യഹൂദന്മാരുടെ സഭയാണ്. ഈ സഭ ഉൽപ്രാവണത്തിൽ ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും അതായത് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റിലേക്ക്, മണവാട്ടി സഭയിലേക്ക് ദൈവം തിരിഞ്ഞിട്ട് അവരോട് ഇടപെടാനായിട്ട് തുടങ്ങും. അങ്ങനെ ആ 7 വർഷത്തെ മഹാപീഡനവും അത് കഴിഞ്ഞിട്ട് 1000 ആണ്ട് വാഴ്ച അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് അവർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്ന അതാ സ്വർഗ്ഗരാജ്യം എന്ന പരിപാടി. സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു പറയുന്നത് ഈ 1000 ആണ്ട് വാഴ്ച വരാൻ പോകുന്നു, അതിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് നിർത്തിവെച്ചു. ഇനി ഈ സഭ, അതായത് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭ ഉൽപ്രാവണത്തിൽ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ അതിലേക്ക് തിരിഞ്ഞിട്ട് ആ സ്വർഗ്ഗരാജ്യത്തിലേക്ക് അവർ പ്രവേശിക്കും. 1000 ആണ്ടിലേക്ക് പ്രവേശിക്കും. നിങ്ങൾക്കത് മനസ്സിലായോ? നിങ്ങളൊന്ന് മനസ്സിലാക്കുക. യഹൂദ സഭയിലേക്ക് ജാതികൾക്ക് ചേരാനായിട്ട് പറ്റുകയില്ല. അതിനാണ് യഹൂദ സഭയ്ക്ക് ഒരു വേർപാടിൻ്റെ നടിച്ചുവർ കെട്ടിയിരുന്നത്. യഹൂദ സഭയിലേക്ക് ജാതികൾക്ക് ചേരാൻ പറ്റുകയില്ല. എന്നാൽ ഈ കൃപായുഗ സഭയിലേക്ക് യഹൂദന്മാർക്കും ചേരാം, ജാതികൾക്കും ചേരാം. ഇവിടെ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. കാര്യം മനസ്സിലായില്ലേ? ഇവിടെ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. യഹൂദ സഭയിലേക്ക് ജാതികൾക്ക് ചേരാൻ പറ്റില്ല. അവിടെ എപ്പോഴും ആ നടിച്ചുവരുണ്ട്. അതല്ല ഇന്നത്തെ പ്രോഗ്രാം. അത് നിർത്തിവെച്ചു. എന്നാൽ പൗലോസിലൂടെ ഈ കൃപായുഗം തുറന്നപ്പോൾ പൗലോസ് പറഞ്ഞു, വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്ന് പറഞ്ഞു. ഏത് ഇരുപക്ഷം? വിശ്വസിക്കുന്ന യഹൂദനെ എങ്ങോട്ട് വരാം? ബോഡി ഓഫ് ക്രൈസ്റ്റിലേക്ക് വരാം. വിശ്വസിക്കുന്ന ജാതികൾക്ക് എങ്ങോട്ട് വരാം? ബോഡി ഓഫ് ക്രൈസ്റ്റിലേക്ക്, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അംഗമാകാം. ഇവിടെ വേർപാടിൻ്റെ നടിച്ചുവരില്ല. എന്നാൽ യഹൂദൻ എന്ന മണവാട്ടി സഭയിൽ ഇപ്പോഴും ആ വേർപാടിൻ്റെ നടിച്ചുവരുണ്ട്. 1000 ആണ്ടിൽ അനേകം ജാതികൾ ഈ പറയുന്ന അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം പോലെയും കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസ് ആരംഭിച്ചതായിരിക്കുന്ന ആരംഭം പോലെയും 1000 ആണ്ടിൽ അനേകം ജാതികൾ ഇസ്രായേൽ മതത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കൂട്ടമായി തീരും. എന്നാൽ അവർക്ക് പരിച്ഛേദനയേറ്റ് അവർക്ക് ന്യായപ്രമാണം അനുസരിച്ച് യഹൂദ മതാനുസാരികളായി തീരണം. അവർക്ക് അങ്ങനെ ആ ജാതികൾക്ക് അവരോട് ചേരാം. എന്നാലും അവിടെ എന്തുണ്ടെന്നറിയാമോ? വേർപാടിൻ്റെ നടിച്ചുവരുണ്ട്. വേർപാടിൻ്റെ യഹൂദൻ വിശിഷ്ട ജനതയാണ്. അവരങ്ങനെ മാറിയിരിക്കും. ആ നടിച്ചുവരിൻ്റെ ഇപ്പുറത്ത് യഹൂദ മതാനുസാരികൾക്ക് പോയി നിൽക്കാം. മനസ്സിലായോ? അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, നിൻ്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞത് അന്ന് നടക്കും. കാര്യം മനസ്സിലായോ? അന്ന് നടക്കും. 1000 ആണ്ടിൽ ഇനിയും നടക്കും. അത് പത്രോസിൻ്റെ കാലത്ത് തുടർന്ന് വരണമായിരുന്നു. അതിനാ പത്രോസ് കൊണ്ട് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പോകാൻ പറഞ്ഞത്.
പക്ഷേ ആ പ്രോഗ്രാം പിന്നീട് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. ദൈവത്തിന് സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് കൃപായുഗം എന്ന പദ്ധതി, ദൈവത്തിൻ്റെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് യഹൂദനാണെങ്കിൽ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് ഇതാണ്. ഇത് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് അല്ല, ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റാണ്. ഇത് മണവാട്ടി സഭയല്ല, ഇത് ശരീരമാകുന്ന സഭയാണ്. ഇതൊന്ന് തിരിച്ചറിയൂ. നമ്മുടെ ഭാഗ്യം പോലെ ഇത്ര വലിയ ശ്രേഷ്ഠ ഭാഗ്യം യഹൂദന്മാർക്ക് പോലും ഇല്ല. കാരണം മണവാട്ടിയെ വേണ്ടെന്ന് വയ്ക്കാം, അല്ലെങ്കിൽ ഭാര്യയെ വേണ്ടെന്ന് വയ്ക്കാം, ഉപേക്ഷിക്കാം. പക്ഷേ ശിരസിന് ശരീരത്തെ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. ശിരസും ശരീരവും തമ്മിൽ വേർപെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്നതായിരിക്കുന്ന ഈ ജീവൻ നിലനിൽക്കുകയില്ല. ഇത്ര വലിയ മഹാബന്ധത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നത്. ഇനി നിങ്ങൾ വിധിക്കൂ. നിങ്ങൾ ഏതാ ശ്രേഷ്ഠം? സഭ ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്നതാണോ, സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിരിക്കുന്നതാണോ? ഏതാ ശ്രേഷ്ഠം? നിങ്ങൾ വിധിക്കുക. ഇത് രണ്ട് പദ്ധതിയാണെന്ന് ഒന്ന് തിരിച്ചറിയൂ, ഒന്ന് മനസ്സിലാക്കൂ. ഇനി ഞാൻ ഒരു 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നേ. ഏതാ? ഉൽപ്രാവണത്തിൽ ചേർക്കപ്പെടാൻ യോഗ്യതയുള്ളവർ 6 എന്ന് പറഞ്ഞ്. ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്താ കാരണം അറിയാമോ? അത് മാത്രമായി പറഞ്ഞപ്പോൾ എൻ്റെ വീഡിയോകൾ കാത്തും പ്രതീക്ഷിച്ചും കൊണ്ടിരിക്കുന്നവർ പോലും പറഞ്ഞു, എൽദോ ബ്രദറെ, അത് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകില്ല ബ്രദറെ. അതിൻ്റെ ആരംഭ കാരണങ്ങൾ പറയണം. സഭ എന്താണെന്നും പിന്നെ യഹൂദ സഭ എന്താണെന്നും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്താണെന്നും ഒക്കെ ഒന്ന് തരംതിരിച്ച് പറഞ്ഞിട്ട് ഇത് പറഞ്ഞാലേ മനസ്സിലാകുള്ളൂ. അതങ്ങനെ വിശദീകരിച്ച് കൊടുത്തില്ലെങ്കിൽ മനസ്സിലാകില്ല ബ്രദറെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഇട്ട് കഴിഞ്ഞ് കുറച്ച് പേര് കണ്ടു. ആ കണ്ടവരൊക്കെ അതിനെക്കുറിച്ച് കമൻ്റ് എഴുതിയപ്പോൾ ഇവർക്ക് ഈ കമൻ്റ് എഴുതിയ പലർക്കും എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് ഇതെന്താ ഈ പറയുന്നത്, മണവാട്ടി സഭ ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഇവരെന്നെ സമ്മതിക്കുമോ? കാരണം ഇന്നത്തെ ക്രിസ്ത്യാനികളെല്ലാം പറയുന്നത് ഞങ്ങൾ മണവാട്ടി സഭയെന്നല്ല പറഞ്ഞത്. അപ്പോൾ മണവാട്ടി സഭ ഏതാണെന്നും പിന്നെ ശരീരമാകുന്ന സഭ ഏതാണെന്നും തരംതിരിച്ച് പറയാതെ അത് ഇടാനായിട്ട് പറ്റുകയില്ല എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. 2 ദിവസം മുമ്പിട്ടതാണ്. ഞാനിപ്പോൾ ഈ 2 വീഡിയോ ഇട്ടതിന് ശേഷം 3ാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ ആ വീഡിയോ വീണ്ടും 2 ദിവസം മുമ്പിട്ടത് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഉൽപ്രാവണത്തിൽ ചേർക്കപ്പെടുന്നവർ 6 എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ 3 വീഡിയോയും കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടും. നോക്കുക, ഈ സഭ ഉൽപ്രാവണത്തിൽ അവസാനിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിലേക്ക് പോയി അവസാനിക്കും. ഈ സഭയ്ക്ക് വേണ്ടിയല്ല കർത്താവ് വന്നത്, ഈ സഭയ്ക്ക് വേണ്ടിയല്ല, ഇത് സ്വർഗത്തിലേക്ക് പോയതിന് ശേഷം തുടങ്ങിയതാണ്. അതുപോലെ തന്നെ കർത്താവ് ഇത് സ്വർഗത്തിലേക്ക് വിളിച്ച് ഇതിനെ അവസാനിപ്പിക്കുകയും ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയും ചെയ്യും. ഏതാ? ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ സഭയുടെ പദ്ധതി അവസാനിക്കുകയും ചെയ്യും. എന്നാൽ കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഈ സഭയെ വിളിച്ച്, അതായത് ബോഡി ഓഫ് ക്രൈസ്റ്റിനെ വിളിച്ച് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ, ഭൂമിയിലെ പദ്ധതി അവസാനിപ്പിച്ച് കഴിയുമ്പോൾ വീണ്ടും ആ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന പരിപാടി വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടും. ആ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് 1000 ആണ്ട്, ഏത് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റിന് വേണ്ടിയിട്ട് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി വരുന്നതും അവരെയാണ് മണവാളന് വേണ്ടി അലങ്കരിച്ച മണവാട്ടിയായിട്ട് കാണുന്നതും ഒക്കെ. നമ്മളെയല്ല. നമ്മൾ അതിനേക്കാളും ഉന്നതമായ സ്ഥാനത്താണെന്നേ, നമ്മൾ അതിനേക്കാളും ശ്രേഷ്ഠമായ സ്ഥാനത്താണ്. ഞാൻ എത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ. സത്യവചനം ഗ്രഹിക്കാൻ നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.